ലോകത്തിലെ മൊത്തം ക്രൂഡ് ഓയിലിന്റെയും അതുപോലെ നാച്ചുറൽ ഗ്യാസിന്റെയും 1/5 കടന്നു പോകുന്ന ഒരേയൊരു കടൽപാത സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്. മിഡിൽ ഈസ്റ്റിലെ പുതിയ യുദ്ധ സാഹചര്യങ്ങൾക്ക് ശേഷം ഈ തന്ത്രപ്രധാനമായ പാത ഇപ്പോൾ വീണ്ടും ആഗോള രാഷ്ട്രീയത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഹോർമുസ് കടലിടുക്കിലൂടെ ഇനി കപ്പലുകൾക്ക് സൗജന്യമായിട്ട് കടന്നുപോകാൻ കഴിയില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ. കടന്നു പോകുന്ന എല്ലാ വാണിജ്യ കപ്പലുകളിൽ നിന്നും ഇനി സർവീസ് ഫീസ്, അതായത് ഒരു സേവന നികുതി ഈടാക്കുമെന്നാണ് ഇറാന്റെ പുതിയ പ്രഖ്യാപനം. എന്നാൽ ഇതിനെതിരെ കടുത്ത ഭാഷയിലാണ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് ഹോർമുസിൽ സംഭവിക്കുന്നത്? ഇറാന്റെ ഈ ഒരു നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും നോക്കാം. കഴിഞ്ഞ ദിവസം ബെയ്ജിംഗിൽ നടന്ന വേൾഡ് പീസ് ഫോറത്തിൽ വെച്ചാണ് ചൈനയിലെ ഇറാന്റെ അംബാസിഡർ അബ്ദുൾ റസ റഹ്മാനി ഫസ്ലി ഈ ഒരു നിർണായകമായ പ്രഖ്യാപനം നടത്തിയത്. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ പ്രാദേശിക ജലാശയത്തിന്റെ, അതായത് ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ ഭാഗമായതിനാൽ അവിടെ പുതിയ ക്രമീകരണങ്ങൾ കൊണ്ടുവരുമെന്നും കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇതിനെ ഒരു ടോൾ എന്ന് വിളിക്കാൻ ഇറാൻ തയ്യാറല്ല. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കൽ, കടൽമാർഗമുള്ള നിരീക്ഷണം, ഇത്രയധികം കപ്പലുകൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണം തടയൽ എന്നിവയ്ക്കുള്ള ചെലവുകൾക്കായിട്ടാണ് ഈ ഒരു പണം വാങ്ങുന്നത് എന്നാണ് ഇറാനിന്റെ ഔദ്യോഗിക വിശദീകരണം. ഇവിടെ ഏറ്റവും കൗതുകരമായ കാര്യം, ഈ പദ്ധതിയിൽ ഇറാന്റെ അയൽരാജ്യവും അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയുമായ ഒമാനും പങ്കാളിയാണ് എന്നതാണ്. ഒമാനും ഇറാനും ചേർന്നാണ് ഈ പുതിയ 14 ചട്ടക്കൂട് തയ്യാറാക്കിയിരിക്കുന്നത്. സിംഗപ്പൂരിനും മലേഷ്യയ്ക്കും ഇടയിലുള്ള സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിൽ നിലവിലുള്ള മോഡൽ തന്നെയാണ് ഇവിടെയും നടപ്പിലാക്കാൻ ഒമാൻ ആഗ്രഹിക്കുന്നത്. അതായത് കപ്പലുകളുടെ സുരക്ഷയും സിഗ്നലും മെച്ചപ്പെടുത്താൻ കമ്പനികൾ സ്വമേധയാ നൽകുന്ന ഒരു വോളണ്ടറി ഫീസാണിത്. എന്നാൽ ഒമാൻ ഇതിനെ വോളണ്ടറി എന്ന് വിളിക്കുമ്പോൾ ഇറാൻ പറയുന്നത് ഇത് മാൻഡേറ്ററി അഥവാ നിർബന്ധിത നികുതി ആയിരിക്കുമെന്നാണ്. ഇവിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. എന്നാൽ ഈ നീക്കത്തോട് കടുത്ത ഭാഷയിലാണ് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര, അതായത് ഇന്റർനാഷണൽ വാട്ടേഴ്സ് ആണ് എന്നും അവിടെ യാതൊരുവിധ നികുതിയോ ഫീസോ ഒന്നും അനുവദിക്കില്ല എന്നുമാണ് ട്രംപിന്റെ നിലപാട്. മുൻപ് ഈ ഫീസ് ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ ഒമാൻ ഇതിന് കൂട്ടുനിന്നാൽ രാജ്യത്തെ ബോംബിട്ട് തകർക്കുമെന്ന് വരെ ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നതാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഒപ്പുവെച്ച താൽക്കാലിക കരാർ പ്രകാരം ആദ്യത്തെ 60 ദിവസത്തേക്ക് കപ്പലുകൾക്ക് സൗജന്യമായി കടന്നു പോകാമെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഈ ദിവസത്തെ കാലാവധിക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ വാഷിംഗ്ടണും തെഹ്റാനും തമ്മിൽ പുതിയ ഒരു പോരാട്ടം ആരംഭിച്ചിരിക്കുന്നത്. ഇറാന്റെ ഈ പുതിയ പ്രഖ്യാപനത്തിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാന വശമുണ്ട്. തങ്ങളുടെ കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന് തങ്ങളോട് സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളിൽ ഈ ഫീസിൽ പ്രത്യേക ഇളവുകൾ നൽകുമോ എന്നാണ്, അല്ലെങ്കിൽ നൽകുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യക്കും ഈ ഇളവ് ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഇറാനിലെ ചബഹാർ പോർട്ട് വികസനത്തിലടക്കം ഇന്ത്യ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ കപ്പലുകൾ ഈ ഫീസ് നൽകാൻ തയ്യാറാകുമോ എന്നത് വരും ദിവസങ്ങളിലെ നയതന്ത്ര ചർച്ചകളെ ആശ്രയിച്ചിരിക്കും. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം താൽക്കാലികമായിട്ട് ശമിച്ചെങ്കിലും ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഒരു നിയന്ത്രണം കൈപ്പിടിയിലാക്കാനുള്ള പുതിയൊരു സാമ്പത്തിക യുദ്ധത്തിനാണ് ഇപ്പോൾ ഹോർമുസ് സാക്ഷ്യം വഹിക്കുന്നത്. അമേരിക്കയുടെ കടുത്ത സൈനിക ഭീഷണികളെ മറികടന്ന് ഈ സർവീസ് ഫീസ് നടപ്പിലാക്കാൻ ഇറാന് കഴിയുമോ? ഇത് വീണ്ടും ഒരു ആഗോള ഇന്ധന പ്രതിസന്ധിക്ക് കാരണമാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.